ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന മനുഷ്യരാണ് അധികവും വേദനിക്കുന്നത്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിക്കുന്നവർ സ്നേഹിക്കപ്പെടാതെ പോകുന്നു. എത്രയൊക്കെ സ്നേഹിച്ചിട്ടും തൻ്റെ സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യരിന്നും വേദനിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ഇടത്ത് നിന്ന് ഒരിറ്റു സ്നേഹം പോലും കിട്ടാതെ വെറുതെ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. നെഞ്ചിൽ ഒരുപാട് ദുഃഖങ്ങളും ഞെരിപ്പോടുകളുമായി നീറി ചിലരുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. പലരും പലതും സഹിക്കുന്നു, ത്യജിക്കുന്നു. ജീവിതം മടുത്തു എന്ന് തോന്നുന്ന നിമിഷം വീണ്ടും ജീവിക്കാനായി അവരെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തൻ്റെ മക്കൾ എന്ന ചിന്ത തന്നെയാണ്. ഒരുപക്ഷെ ജീവിച്ചിരിക്കെ മരിച്ച അവസ്ഥയിലായിരിക്കാം അവർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. നിങ്ങളെ വേണ്ടാത്ത ഒരാളെ, സ്നേഹിക്കാത്ത ഒരാളെ വേദനിപ്പിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്ന ഒരാളെ സ്നേഹിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്? നോക്കൂ, ഇല്ലാത്ത സ്നേഹത്തിൽ നിന്നും, കപടമായ സ്നേഹത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കുന്നത് സമാധാനമാണെന്ന് വിശ്വസിക്കൂ. നിങ്ങൾക്ക് നിങ്ങൾ മൂല്യം കൊടുത്തേ മതിയാക്കൂ. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ഉൾക്കൊള്ളുന്ന ആരെയെങ്കിലുമൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താതിരിക്കുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കാലം വരും, തീർച്ചയായും.